ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ തേങ്ങാപ്പന്നാണെന്ന്. തേങ്ങാപ്പന്നല്ല കേട്ടോ, നമ്മൾ ബ്രെഡും മുട്ടൊക്കെ വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം വേണം. അപ്പോൾ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നാളികേരമാണ്. പരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി, പിന്നെ കുറച്ച് വെള്ള എള്ള്. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. വെള്ളമായാലും കറുപ്പായാലും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ്, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. കോഴിമുട്ട അത് 3 വേണം. അപ്പോൾ കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ കഥ വലിയ കഥയാണ് കേട്ടോ. ബ്രെഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉമ്മാട് പരാതി പറഞ്ഞുള്ളൂ, ബ്രെഡ് ഇല്ല എന്ന്. ഉമ്മ 3 പാക്കറ്റാണ് ബ്രെഡ് മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതെന്തായാലും കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കണം, അല്ലെങ്കിൽ ചീത്ത കേൾക്കും. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ബ്രെഡിൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും ഉണ്ടാക്കിയല്ലേ, അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമല്ലോ. അപ്പോൾ അത് പഴം നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. നീളത്തിലോ വട്ടത്തിലോ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇനി പഴം ഇല്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പഴം വേണം നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ പഴം ഇരിക്കുന്നത് കണ്ടപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കഴിക്കാത്ത മക്കളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതും കൂടിയാണ്. അപ്പോൾ അത് ആ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ 1/2 kg നെയ്യ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ആ നെയ്യുള്ളത്. അപ്പോൾ അതാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഡാൽഡ, ഓയിലോ, വെളിച്ചെണ്ണ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അതിൽ നല്ലത് ഓയിൽ തന്നെയാണ്. ഇനി ഇതാ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പഴം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് വാടി വന്നാൽ മതി, നന്നായി കളറൊന്നും മാറി വരണ്ട. ഇനി 2 സൈഡൊന്ന് മാറ്റി മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും. നല്ലതാണല്ലോ, നെയ്യിൽ വാട്ടിയെടുത്തതല്ലേ. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആയാൽ മതി. നല്ല മുരിഞ്ഞ കളറൊന്നും വരണ്ട കേട്ടോ. അതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യണേ. ഇനി അതേ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ആ നാളികേരം ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നത്. അരമുറിയുള്ളൂ കേട്ടോ. ചെറുതാക്കിയിട്ട് ചെറുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഒന്ന് 2-3 ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ്, ബദാമോ, പിസ്തയോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ഇല്ലാത്ത കാരണം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. മുന്തിരി മാത്രം ഇട്ട് കൊടുക്കണമല്ലോ. ഇനി ഇതാ ടൂട്ടി ഫ്രൂട്ടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പല കളർ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ല രസം ഉണ്ടാവും കേട്ടോ. മഞ്ഞയും പച്ചയും ചുമപ്പൊക്കെ. എൻ്റെ കയ്യിൽ ചുമപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ ശേഷം നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അധികം പഞ്ചസാര വേണ്ട കേട്ടോ. നമുക്ക് ബ്രെഡൊക്കെ നല്ല മധുരമുള്ളതല്ലേ, അപ്പോൾ കുറച്ച് പഞ്ചസാര മതി. ഇനി നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നാളികേരം, മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് പഞ്ചസാര. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിലൊക്കെ വെച്ചിട്ട് മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനിയിപ്പോൾ ഇതാ ആ എള്ളും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ എള്ള് കടിക്കാൻ നല്ല രസമാണ് കേട്ടോ. നാളികേരം എള്ളൊക്കെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എള്ള് ഇങ്ങനെ ഇതിലൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് എന്തായാലും കമൻറ്റിൽ പറഞ്ഞോളൂ. അപ്പോൾ ആ ഒരു കൂട്ട് ശരിയായി വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. നന്നായി മുരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കളറ് മാറി ഒന്നും വേണ്ട. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക, ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇനി ഇതൊന്നിരുന്ന് ചൂടാറട്ടെ. ചൂടാറി വരുമ്പോഴത്തേനും നമുക്കിതിലേക്കൊരു കൂട്ടുണ്ടാക്കിയെടുക്കാണ്ട്. അപ്പോൾ മൈദയും മുട്ട കൂടിയിട്ട് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദ വേണം. അപ്പോൾ മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ 3 കോഴിമുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇത് ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ആയ കാരണം നിങ്ങൾ വിചാരിക്കും കുറേ സമയമൊക്കെ ഉണ്ടെന്ന്. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണമെന്ന് കുഴക്ക് പരത്തി അങ്ങനെ ഒന്നും വേണ്ടല്ലോ. നമ്മൾ ബ്രെഡ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ 3 കോഴിമുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, കുറേ ഇട്ട് കൊടുക്കണ്ട. നമുക്കിത് ഒന്ന് ഇളക്കി ഒന്ന് മുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് മതി. നല്ല കട്ടി വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇളക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പശു പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പാലുണ്ടെങ്കിൽ പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ലൂസാക്കിയിട്ട് ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കലക്കി ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽ കുറവാണെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ പാലില്ലെങ്കിൽ ഒരു കോഴിമുട്ട 2 കോഴിമുട്ടയും കൂടി ഒഴിച്ച് കൊടുത്താലും മതി.
അപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടി പിടിക്കാതെ പെട്ടെന്ന് കിട്ടും. ഇനി അതിൽ കുറച്ച് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നെയ്യ് അങ്ങനെ വലിയ ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ നെയ്യ് തേച്ച് കൊടുക്കാത്തത്. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് തന്നെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ചുറ്റിച്ച് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഇനി നമുക്ക് ബ്രെഡ് ഓരോന്നോരോന്നെടുത്ത് ആ ഒരു ബാറ്ററിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിലിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അത്രയുള്ള പണികൾ കാണിച്ച് തരാം കേട്ടോ. ഓരോ ബ്രെഡ് എടുത്തു, അതിനൊന്നും മുറിച്ച് കളയണില്ല, അതുപോലെ തന്നെ എടുത്തു ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ ഒരു പാത്രം. ആ ചെറു ചൂടോടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗം സെറ്റായി വന്നോളും. അപ്പോൾ അത് കാരണം ഇതുപോലെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ആ രണ്ട് സൈഡിലും കൂടി വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഇനി അങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കത് പൊട്ടിച്ചിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആവണം എന്നുള്ളൂ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇല്ലാത്ത ഭാഗത്തേക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങാപ്പണ്ണിൻ്റെ ടേസ്റ്റാണ് ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. ടേസ്റ്റിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ കാണുമ്പോൾ അതുപോലെ തന്നെയാണ്. ഇതിനി ആ ഭാഗത്തും കൂടി ഇല്ലാത്ത ഭാഗത്തേക്ക് ബ്രെഡ് ഇതുപോലെ ആ ഒരു ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ പൊട്ടിച്ചിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്ക് ഇതാവണം, അത്ര ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുന്നേ വെച്ച പഴം ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പഴമൊന്നും നിർബന്ധമില്ല കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇത് മധുരമുള്ളതായ കാരണം മക്കൾ കഴിക്കൂല, അപ്പോൾ അവരെ കൊണ്ട് പഴം കൂടിയും കഴിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പഴം ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ആ നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ കയ്യിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്തപ്പോഴൊന്നും ശരിയാവില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത് എല്ലാ ഭാഗത്തേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നമുക്കവിടെ മാറ്റി വെക്കാം അതിന് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മീതക്ക് വീണ്ടും ഇതുപോലെ ബ്രെഡിൽ മുക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു ഷേപ്പായിട്ട് കിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേനും കുറച്ച് കട്ടി കൂടി വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കുക, മുട്ട ഒഴിച്ച് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല, അതങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്ത് ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീത ഒരു പഴം കൂടി വെച്ച് കൊടുക്കട്ടെ. ഇത് വേണ്ടിയിരുന്നില്ല, ലാസ്റ്റ് ഇതൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പഴം എടുത്ത് കളയുകയും ചെയ്തത്, കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് പഴം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മീതെ ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ പഴം വെക്കാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് തന്നെ അബദ്ധം പറ്റി. അത് നമ്മൾ മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് ഇതാക്കി എടുക്കുന്ന സമയത്ത് ആ പഴം ഒന്ന് കരിഞ്ഞ് പോവും. അപ്പോൾ ലാസ്റ്റ് പഴം വെക്കണ്ട, അത് എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചോളും. ഇനി അത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ അത് കരിഞ്ഞ് പോവും. ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, അത്ര നോക്കിയാൽ മതി. അപ്പോൾ ഒരു 7-8 മിനിറ്റ് അതിൻ്റെ ശേഷം അത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. ഇതുപോലെ നേരെ മറിച്ച് കൊടുത്താൽ മതി, നമുക്ക് തന്നെ കിട്ടും. കണ്ടില്ലേ, ഒരു ഭാഗം നന്നായി മുരിഞ്ഞ് എല്ലാ ഭാഗവും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ നമുക്കത് കുറച്ച് നേരം വേവിക്കാൻ വെക്കാം. ഇത് പിന്നെ ചൂടാവാത്ത പാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കാരണം നമുക്ക് കൈ കൊണ്ട് തന്നെ മറിക്കാൻ പറ്റി. ചൂടായിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ ഭാഗം മുരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മളിങ്ങനെയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ച് കാണിച്ച് തരാം. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ കേക്കൊന്നും അങ്ങനെ മേടിക്കില്ലല്ലോ, നമ്മൾ വല്ലപ്പോഴല്ലേ മേടിക്കുള്ളൂ, അതും അപൂർവമായിട്ട്. അപ്പോൾ ഒരു സമയത്ത് തേങ്ങാപ്പെണ്ണൊക്കെയാണ് ഇതുപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ വീട്ടിലെപ്പോൾ തേങ്ങാപ്പെണ്ണ് കൊടുത്താലും അതെനിക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് കേട്ടോ ഇപ്പോഴും വരിക. നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി മധുരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം മധുരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പീസും കൂടി മുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് മുറിച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാപ്പെണ്ണ് പോലല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും എല്ലാം അടിപൊളിയാണ് കേട്ടോ. നല്ല ഇഷ്ടമാവും മക്കൾക്കും നമുക്കും എല്ലാവർക്കും ഇഷ്ടമാവണതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.